യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് സ്റ്റെബിൻ തോമസ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ പുല്ലരാമ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ ജെസി തോമസ്, ബ്രദർ സ്റ്റീഫൻ തോമസ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2022 ജൂൺ മാസമാണ്. അമ്മ ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ അന്നപ്പം ലീവിന് വന്നപ്പോൾ അമ്മയുടെ കൂട്ടത്തിൽ വന്നതാണ്. അപ്പം അമ്മ ഉടമ്പടി എടുത്ത് പോയി. അപ്പം ഞാനിവിടെ ഇവിടുത്തെ പ്രയറെല്ലാം 3 മാസം, ആ ഒരു 3 മാസം ഞാനും ചെല്ലുമായിരുന്നു. മസ്കറ്റ് ചെന്ന സമയത്തൊക്കെ ഞാൻ ചെല്ലുമായിരുന്നു. അപ്പം ഞാൻ കുറേ ഭൗതിക കാര്യങ്ങൾ ഇങ്ങനെ ആ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പം എനിക്കെല്ലാം അതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് കിട്ടി. ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് പണികളുടെ കാര്യങ്ങളും ബാക്കി എൻ്റെ സാലറി ഇൻക്രിമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതെല്ലാം എനിക്ക് സാധിച്ചു. ആ ഒരു 3 മാസം ഞാൻ അതെല്ലാം നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പഴയ പോലെ തന്നെ ആയി. എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ ഞാനൊരു ക്രിസ്ത്യാനി ആയത് എൻ്റെ പേരൻസ് അങ്ങനെ ആയതുകൊണ്ടാണെന്ന് തന്നെ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ട് കിടക്കുകയും അതുപോലെ വിശ്വസിക്കുകയും ചെയ്തു പോന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ എൻ്റെ കരിയർ ഗ്രോത്തിനും കുറച്ച് കാര്യങ്ങൾക്കുമൊക്കെ ആയി. 2023 ഞാൻ ഒരു ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് മസ്കറ്റിൽ നിന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് വരികയും ഒരു 4 മാസം കൊണ്ട് എല്ലാം ക്ലിയറായി പോകാമെന്നുള്ളൊരു രീതിയിലേക്ക് എത്തുകയും എൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യത്തെ റൗണ്ടിൽ തന്നെ പാസ്സായി. വർക്ക് പെർമിറ്റ് എല്ലാം പെട്ടെന്ന് കിട്ടി. അങ്ങനെ ഞാൻ എൻ്റെ മെറിറ്റിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പം 4 മാസത്തേക്കൊക്കെ നാട്ടിൽ നിൽക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് ഞാൻ വന്നതും കാര്യങ്ങളുമൊക്കെ. അത്രയൊരു എൻ്റെ കുറച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള ക്യാഷൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം 4 കഴിഞ്ഞു. വീണ്ടും VFS കൊടുത്തിട്ട് എനിക്ക് വരുന്നില്ല. അങ്ങനെ ഒരു 3 മാസം കൂടെ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു റിജക്ഷൻ വന്നു. അപ്പം ഏജൻസി എന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല, കുറച്ച് അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്താൽ മതി, വേഗം റെഡിയാവും. അങ്ങനെ ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. വീണ്ടും അതിങ്ങനെ നീണ്ടുപോയി. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചെന്നപ്പോഴും ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നും എല്ലാവരുടെയും നിർബന്ധത്തിനും ഒക്കെ ആയിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. വീണ്ടും ഉടമ്പടി പുതുക്കുന്ന ഒരു ലെവൽ വരെ ആയി, ഒന്നും മുന്നോട്ട് പോകുന്നില്ല. ഞാൻ ഉടമ്പടി പ്രകാരം എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ഉടമ്പടി ജീവിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പുതുക്കൽ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ധ്യാനമൊക്കെ കൂടി തിരിച്ചു പോകുന്ന വഴിയിൽ എൻ്റെ കാശ് രൂപം നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ ഉടമ്പടിയിൽ ജീവിക്കുന്നത് ശരിയല്ല, എൻ്റെ ഈ രീതിയിൽ പോയാൽ ഒന്നും നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ വീണ്ടും ഫെബ്രുവരിയിൽ ഉടമ്പടി പുതുക്കി പുതിയ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞിട്ട് തന്നെ വേഗം പുതിയൊരു കമ്പനിയിലേക്ക്, അതേ കൺട്രി തന്നെ വേറൊരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്തു. പെട്ടെന്ന് തന്നെ വർക്ക് പെർമിറ്റ് കിട്ടി. പിന്നെ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് VFS വെച്ചു. അപ്പം അങ്ങനെ ഒരു 2 മാസത്തോടെ കഴിഞ്ഞ് എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമായി. ആ ഒരു സമയത്തേക്ക് തന്നെ എനിക്കൊരു അടയാളം കാണിച്ചു തരണം, എൻ്റെ ഉടമ്പടി മാതാവ് ആ ഫയൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അടയാളം വേണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ബ്രദർ അപ്പം 10th അപ്പം ഞാൻ അവന് ഫുൾ A+ കിട്ടുന്നത് എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി പുതുക്കാനായ സമയത്ത് മെയ് 9th റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ പള്ളിയിൽ പോയി കുർബാനയുടെ സമയത്ത് പ്രാർത്ഥിച്ചു, എനിക്കിതൊരു അടയാളമായിട്ട് തരണേ, ഇതെനിക്ക് ഫുൾ A+ കാണിച്ചു തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ 9th റിസൾട്ട് വന്നപ്പോൾ അവന് ഫുൾ A+ കിട്ടി. പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അപ്പോൾ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു, ഇവിടുന്ന് ഈ ഉടമ്പടി പുതുക്കി ഇങ്ങോട്ട് പ്രദർശനമായി വരുമ്പോൾ അടുത്തൊരു അടയാളമായിട്ട് മാതാവിനെ എനിക്ക് എടുക്കാൻ പറ്റണേ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫയൽ സ്വീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അന്ന് മാതാവിനെ കിട്ടി. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയി. വീണ്ടും ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വിസ അപ്രൂവലായി, വിസ കിട്ടി. ഇപ്പോൾ ഞാൻ ഈ 18th ട്രാവൽ ചെയ്യാൻ റെഡിയായിരിക്കുകയാണ്. പിന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം എനിക്ക് ഒത്തിരി സൗകര്യങ്ങൾ, ചെറിയ സൗകര്യങ്ങളും ഒത്തിരി കിട്ടിയിട്ടുണ്ട്. ഈ റീസെൻ്റായിട്ട് ഞാനൊന്ന് നല്ലപോലെ ഒരു വീഴ്ച വീണു. അപ്പം കൂടെ കേട്ട് വന്നവരെല്ലാം പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണം, എല്ലാം ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എനിക്കൊന്നും പറ്റില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അപ്പം പിന്നെ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു വേദനയൊക്കെ ആയിട്ട് 2 ദിവസം കൊണ്ട് അത് റെഡിയായി. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദിവസം കൂടെ മുന്നോട്ട് പോയപ്പോൾ വീണ്ടും കൈക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയായി. അപ്പം ഞാൻ നോക്കി, അപ്പോഴും ഞാൻ ഡോക്ടറെ കാണണം, എന്നാലും ഞാൻ ആദ്യം ഉടമ്പടി തൈലം തന്നെ തേച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പം ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ചെറിയ കുറച്ച് അതവുകളേ ഉള്ളൂ, അതൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു കൊളീഗിന് അവനറിയാം ഞാൻ പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പം അവൻ്റെ വൈഫ് ഡെലിവറി ആയപ്പം ഒത്തിരി കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. അവർ കൊച്ചു മാസം തികയാതെ ഉണ്ടായത്. അപ്പം കൊച്ചിനെ കിട്ടില്ല എന്നുള്ള ഒരു ലെവലിൽ തന്നെ പറഞ്ഞു. അപ്പോൾ അവൻ ഒരു ഹിന്ദുവാണ്, അവനറിയാം പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ അറിയാം. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ കൊച്ചിനെ 3 ദിവസം കൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല, നോർമലായിട്ട് ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി, എല്ലാ കാര്യങ്ങളും റെഡിയായി. ഒരു വലിയ അത്ഭുതം സാധിച്ചു തന്നു. പിന്നെ
അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങി കൊടുക്കാറൊക്കെ ഉണ്ട്. ആദ്യം ഞാൻ ഉടമ്പടി എടുത്ത സമയത്തൊക്കെ ആകുമ്പോൾ കൊടുക്കുമ്പോഴും എനിക്കൊത്തിരി നാണക്കേടൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്നെ അറിയില്ലാത്ത പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ ഉടമ്പടി എടുത്തപ്പം ഞാൻ അതൊക്കെ മാറ്റി, ഞാൻ പരസ്യമായിട്ട് പ്രാർത്ഥിക്കുന്നതിനുള്ള മടിയൊക്കെ മാറ്റി ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരുടെ മുമ്പിൽ വെച്ചും ദൈവത്തെ പറയുന്നതിനും പ്രഘോഷിക്കുന്നതിനും എനിക്കൊരു മടിയില്ലാതെയായി. പിന്നെ ഞാൻ പത്രമൊക്കെ എനിക്കറിയാവുന്ന എൻ്റെ പ്രായക്കാരുടെ അടുത്ത് തന്നെ കൂടുതലും കൊടുക്കാൻ തുടങ്ങി, അത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുമൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായി. അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ എൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒന്നും ഇടാറില്ലായിരുന്നു. ഇപ്പോൾ അമ്മയൊക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനിങ്ങനെ സഹായിക്കും, അങ്ങനെ മാത്രം. അത് കഴിഞ്ഞിട്ടിപ്പം ലാസ്റ്റ് ഞാനിപ്പം ഉടമ്പടി എടുത്തതിന് പിന്നെ ഞാൻ എൻ്റേതായ കോൺട്രിബ്യൂഷൻസ് ഞാൻ സ്വന്തം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരികയും ചെയ്തു. അതുപോലെ അമ്മയ്ക്ക് രോഗസൗഖ്യവും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അമ്മ തന്നെ സാക്ഷ്യപ്പെടുത്തും. ഞാൻ ഉടമ്പടി എടുത്തത് ജൂൺ 2022 ജൂൺ 12-ാം തീയതി ആയിരുന്നു. എനിക്ക് വെരിക്കോസ് 10 വർഷത്തോളമായി വെരിക്കോസിൻ്റെ ഞരമ്പ് വേദനയും കാലിന് പഴുപ്പ് വരികയും പിന്നെ വേദന ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ അഡ്മിറ്റായി 2 ആഴ്ച. എനിക്ക് ഷുഗറിൻ്റെ അസുഖമുണ്ട്. അന്നേരം ഷുഗറും കൂടുതലായി, നോർമലാകുന്നതേ ഇല്ല. ഇൻസുലിനൊക്കെ വെച്ചു, ഇഞ്ചക്ഷൻ വെച്ചു. 15 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യണം കാലിൻ്റെ വെരിക്കോസ്, അല്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴും തൈലവും ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയിരുന്നു. അത് ഞാൻ ഉപ്പ് കഴിക്കുകയും ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി 15 ദിവസം എന്ന് പറഞ്ഞത് 1 മാസം കൊണ്ട് എനിക്ക് സുഖമായി കിട്ടുകയും ഓപ്പറേഷൻ ഇതുവരെ ചെയ്തിട്ടില്ല. എന്നോട് ഡോക്ടർ പറഞ്ഞത് ഒരു മണിക്കൂർ പണിതാൽ പിന്നെ ഒരു പണിയും ചെയ്യരുത്, വീട്ടിലത്തെ പണി പോലും ചെയ്യരുത്. കാലിങ്ങനെ തലയണ വെച്ചിട്ട് കാല് പൊക്കി വെച്ച് കിടക്കുകയേ ചെയ്യാവുള്ളൂ, നടക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യരുത്. അതുപോലെ തന്നെ ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പോയി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണു. എൻ്റെ കൈയുടെ ഷോൾഡർ താന്നുപോയി. ഒരു പണിയും ചെയ്യാൻ പറ്റിയില്ല. എല്ലാ കാര്യങ്ങളും ആരെങ്കിലും ചെയ്തു തരണം. അതും ഞാൻ ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച ഉടമ്പടി തൈലം, ഉപ്പ് ഇവയൊക്കെ ഉപയോഗിച്ച് എൻ്റെ കൈ 1 മാസം കൊണ്ട് സുഖമാകുകയും ഞാനിപ്പോൾ എല്ലാ ജോലികളും ചെയ്യുകയും ചെയ്യുന്നു. ഞങ്ങളുടെ വീടിൻ്റെ പണി 15 വർഷത്തോളമായി പകുതിയായി കിടക്കുകയായിരുന്നു. അതിപ്പോൾ ഏകദേശം തീരാറായി. ഉടമ്പടി 3ാമത് പുതുക്കി കഴിഞ്ഞ് എൻ്റെ സഹോദരങ്ങൾ ഞങ്ങളോട് മിണ്ടുകയോ ഞങ്ങളോടായിട്ട് പിണക്കത്തിലായിരുന്നു. അവർ വീട്ടിൽ വരികയും ഞങ്ങളോട് മിണ്ടുകയും ഒന്നും ചെയ്യില്ലായിരുന്നു. വലിയ കാരണങ്ങളൊന്നുമില്ല, ചെറിയതായ കാരണങ്ങളാൽ ഞാൻ 2ാമത് ഉടമ്പടി എടുത്ത് പോയി പുതുക്കി കഴിഞ്ഞതിന് ശേഷം അവർ വീട്ടിൽ വരികയും ഞങ്ങൾ അങ്ങോട്ട് പോവുകയും എല്ലാവരും സന്തോഷത്തോടെ ഇപ്പോൾ കഴിയുകയും ചെയ്യുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം എൻ്റെ മകൻ പറഞ്ഞു. അത് ദൈവത്തിന് സ്തുതി. കാരുണ്യ പ്രവർത്തികൾ ഞാൻ കൃപാസന പത്രം മേടിച്ച് വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുകയും ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം പറയുകയും ചെയ്യും. പിന്നെ കരുണാലയത്തിൽ പോയി സാമ്പത്തിക സഹായം ചെയ്യും, ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയും എന്നാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്യും. ഇപ്പോൾ ഇവനും കൂടെ കൂടി അവൻ അവൻ്റേതായ രീതിയിൽ ചെയ്യുന്നു. പിന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പോവുകയും ആഴ്ചയിൽ 15 ദിവസം കൂടുമ്പോൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന ദൈവത്തിന് 1000 സ്തുതിയും മഹത്വവും ഉണ്ടാകട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം തിരുവചനം പറയുന്നു: കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഓരോ ഉടമ്പടിയിലും ഈശോയുടെ വിശ്വസ്തതയെക്കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നാം എത്രമാത്രം വിശ്വസ്തരാണ് എന്നുള്ളതിൻ്റെ ഒരു ത്രാസിലുള്ള ഒരു മെഷർമെൻ്റാണ് ഇവിടെ നടക്കുന്നത്. ഒരു ഇവാലുവേഷനാണ് ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളുടെയും ആകെത്തുക നാം ഇവിടെ ഏറ്റുപറയുന്നത്. ഇവിടെ സ്റ്റെബിൻ തോമസ് തൻ്റെ ജീവിതാനുഭവം പങ്കുവയ്ക്കുമ്പോൾ അമ്മയുടെ കൂടെ വെറുതെ വന്നു, എനിക്കൊന്ന് കാണണമായിരുന്നു. കാരണം ഇതെല്ലാം എനിക്ക് സംഭവിക്കുന്നത്, ഞാനൊരു ക്രിസ്ത്യനായി ജീവിക്കുന്നത് എൻ്റെ മാതാപിതാക്കളുടെ ഒരു തെറ്റ് ആണെന്ന് അദ്ദേഹം പറയുന്നില്ല. അവരങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ക്രിസ്ത്യനായിട്ട് ജീവിക്കേണ്ടി വന്നു. പിന്നെ എനിക്കുള്ള കഴിവും സമ്പത്തുമൊക്കെയുണ്ട്. ഞാനൊരു നല്ല സ്റ്റുഡൻ്റാണ്, എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനറിയാം. അങ്ങനെ എൻ്റെ മെറിറ്റിൽ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. സ്റ്റെബിനെ അതിൻ്റെ ഒരു ദൈവത്തിൽ ആശ്രയിക്കേണ്ട ഒരാവശ്യമില്ല.
തൻ്റെ മാതാപിതാക്കൾ എല്ലാം സമ്പാദിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ കഴിവും എനിക്ക് എൻ്റെ സാമർഥ്യവുമുണ്ട്. അതുകൊണ്ട് തൻ്റെ മെറിറ്റ് 0 ആയപ്പോഴാണ് ദൈവത്തിന് പ്രവർത്തിക്കുവാനായി ഒരിടം ലഭിച്ചത് എന്ന് അദ്ദേഹം ഏറ്റു പറയുന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ, പരിശുദ്ധ അമ്മേൻ്റെ കൂടെയുണ്ടോ എന്ന് ചലഞ്ച് ചെയ്യിക്കുന്ന ഒരു ഉടമ്പടിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതിൽ നിന്ന് വളർന്ന് അദ്ദേഹം എവിടം വരെ എത്തിയെന്ന് നാം കണ്ടു. ഉടമ്പടി എടുത്തപ്പോൾ അദ്ദേഹം ആദ്യം ഒരു നിയോഗം, ഒരു റിക്വസ്റ്റ് വെച്ചത്, എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ടെങ്കിൽ, പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് ഈ നിയോഗം സാധിക്കണം, എൻ്റെ സഹോദരൻ ഫുൾ A+ കിട്ടി ജയിക്കണം. ഇൻസെൻറ്റീവ് ആൻസറാണ് അതിന്. പരിശുദ്ധ അമ്മ അത് കൊടുത്തു. രണ്ടാമതും തനിക്കൊരു സംശയം, ഇത് ഉറപ്പാണോ, എൻ്റെ കൂടെ തന്നെയുണ്ടോ, എൻ്റെ കാര്യങ്ങളിൽ എൻ്റെ എല്ലാ ബലഹീനതകളിലും കഴിവുകുറവുകളിലും എൻ്റെ മെറിറ്റില്ലാത്തൊരവസ്ഥയിലൊക്കെ പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കുമോ എന്നുള്ള ഒരു പടി കൂടി കടന്ന ഒരു റിക്വസ്റ്റായിരുന്നു. അതും പരിശുദ്ധ അമ്മ സാധിച്ചു കൊടുക്കുകയായിരുന്നു. എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ കൂടെ നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. എനിക്ക് പരിശുദ്ധ അമ്മയെ കയ്യിലെടുക്കണം, ഒരു വലിയ ആഗ്രഹമായിരുന്നു. അത് അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ താൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായി ഈശോയിൽ നിന്ന് പരിശുദ്ധ അമ്മ അനുഗ്രഹം മേടിച്ചു കൊടുക്കുന്ന വിശ്വസ്തതയുടെ ഭാഗം ദൈവം വളരെ കൃത്യമായി ചെയ്തു. ഇനി സ്റ്റെബിൻ്റെ ഊഴം വന്നപ്പോൾ താൻ വിശ്വസ്തതയുടെ നമ്പറുകൾ ലിസ്റ്റ് എടുക്കുകയാണ്. പറയുന്നു, നാം സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ അദ്ദേഹം ഇന്നൊരു വിവേകമതിയായ കന്യകളെ പോലെ കർത്താവിനെ കാത്തിരിക്കുന്നു എന്ന് എനിക്ക് ഉപമിക്കാനായിട്ട് സാധിക്കും. അവൻ എപ്പോൾ വരുമെന്നറിയില്ല, ഏത് രാത്രിയിലും മണവാളൻ വരും. അതുകൊണ്ട് ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന ഒരു ജീവിത വിശുദ്ധിയിലേക്ക് സ്റ്റെബിൻ എത്തിച്ചേർന്നു എന്ന് നമുക്ക് പറയാം. എൻ്റെ കോൺട്രിബ്യൂഷൻ ഞാൻ കൊടുക്കുവാൻ തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ കോൺട്രിബ്യൂഷനിൽ നിന്നാണ് ഞാൻ കാരുണ്യപ്രവൃത്തികൾ ചെയ്തിരുന്നത്. ഇന്ന് എനിക്ക് ഈശോ നൽകിയതിൻ്റെ ഒരു പങ്കാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്ന വലിയ ജീവിത ബോധ്യത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. അതുപോലെ തന്നെ ഈ അമ്മയുടെ വലിയ സാക്ഷ്യമാണ് തൻ്റെ കുടുംബം വളരെ സ്നേഹത്തിലായിരിക്കണമെന്നുള്ളത്. ഞങ്ങളുടെ സഹോദരങ്ങളുമായി ഞങ്ങൾക്ക് സ്നേഹത്തിലാകാതിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ജോസഫ് അച്ഛൻ വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഇത് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ നമുക്കൊരിക്കലും പിണക്കത്തിന് അവിടെ സ്ഥാനമില്ല, പിണങ്ങിയിരിക്കാൻ സാധിക്കുകയില്ല. സ്നേഹത്തിന് മാത്രമേ, സ്നേഹത്തിൻ്റെ മഹാകാവ്യം പൗലോസ്ലീഹ പറയുന്നത് പോലെ, സ്നേഹം അസൂയപ്പെടുന്നില്ല, സ്നേഹം സ്വാർത്ഥമാകുന്നില്ല, സ്നേഹം കാത്തിരിക്കുന്നു, സ്നേഹം ക്ഷമയാണ്. ഇതെല്ലാം പ്രാവർത്തികമാകുന്നത് ഉടമ്പടിയിലൂടെയാണ്. ഉടമ്പടിയിൽ ജീവിക്കുമ്പോഴാണ് സ്നേഹം സമ്പൂർണ്ണമാകുന്നത് എന്ന് ഈ ഉടമ്പടി സാക്ഷ്യം നമ്മെ, ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം നമ്മെ ഓർമ്മിപ്പിക്കുകയും നമ്മെ അതിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും അനുവദിക്കുകയും ചെയ്യുന്നു. സ്റ്റെബിൻ തോമസിൻ്റെയും അമ്മയുടെയും ഈ സാക്ഷ്യത്തിന്, കുടുംബത്തിൻ്റെ സാക്ഷ്യത്തിന് നമുക്ക് വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.